ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റർടൈൻമെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ കറിയുടെ അതേ രുചിയിൽ തന്നെ പാലക്കാടൻ കയ്പങ്ങ പുളിങ്കറി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ കയ്പങ്ങയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു. ഇത് കഴുകി വൃത്തിയാക്കി നല്ല ഇതേപോലെ റൗണ്ടിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീഡ്സ് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അത് കളയണമെങ്കിൽ കളയാം. ഇതിൽ തന്നെ കുറേ വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതൊന്നും കളയുന്നില്ല. ഇനിയിപ്പോൾ ഇതിനാവശ്യമായി അത്യാവശ്യം കൊച്ചുള്ളിയും ഒരു തക്കാളി വലുപ്പത്തിലുള്ള പുളിയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കൊച്ചുള്ളി നമുക്ക് ഇതേപോലെ രണ്ടായി കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പാലക്കാടൻ സ്റ്റൈലിലെ പല രീതികളിലും നമ്മൾ കയ്പങ്ങ പുളി തയ്യാറാക്കാറുണ്ടെങ്കിലും മീൻ കറിയുടെ അതേ രുചിയിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു കറി ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. അതും മൺപാത്രത്തിലാണ് ഞാനിന്ന് കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനായി ഞാൻ മൺപാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂണോളം മല്ലിപ്പൊടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അളവിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി 1/2 ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതേപോലെ എടുത്ത് കത്തി ഉപയോഗിച്ച് ഇതേപോലെ രണ്ടായി പൊളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിരുന്നു. അത് നല്ലതുപോലെ ഞരടി പിഴിഞ്ഞ് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ആ എരിവും പുളിയും ഉപ്പും എല്ലാം ചേർന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് ഈ പാത്രം അടുപ്പിലോട്ട് വെക്കാം. അടുപ്പിലോട്ട് വെച്ച് നല്ലോണം തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കടുകും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉലുവയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിങ്കറി എന്ന് പറയുമ്പോൾ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഉലുവ. ഉലുവയുടെ മണം തന്നെ ഒരു പ്രത്യേക മണമാണ് നമുക്ക് പുളിങ്കറിയിൽ കിട്ടുന്നത്. അത് നല്ല രീതിയിലൊന്ന് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് കയ്പങ്ങ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിലൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്തെ കറി നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതും ഇടയ്ക്കിടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഉപ്പെല്ലാം പാകമാണോ എന്ന് നമുക്ക് ഈ സമയത്തൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. ഞാനതെല്ലാം നോക്കി. ഉപ്പ് അല്പം കുറവുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കയ്പങ്ങ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് ഈ കയ്പങ്ങ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കയ്പങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. മൺപാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ചൂടൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു പാത്രമാണല്ലോ മൺപാത്രം. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ കണ്ടോ, കറി നല്ല രീതിയിൽ തന്നെ തിളച്ച് വരികയും കയ്പങ്ങ നല്ല രീതിയിൽ തന്നെ
നമുക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കൈ വെച്ച് ഒന്ന് അമർത്തി നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നമുക്ക് ഓഫാക്കാവുന്നതാണ് കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങളും ഇതേപോലെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പാലക്കാടൻ കയ്പങ്ങ പുളിങ്കറി റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം തീർച്ചയായും ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നാളെയും ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.